വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. ഇതിനിടെ സംഭവത്തിൽ പ്രതിപക്ഷം അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. വകുപ്പ് നോക്കാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെ മാറ്റി. പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായിട്ടാണ് മാറ്റം. അനുകുമാരി തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടറാകും. കോട്ടയം കളക്ടർ V വിഘ്നേശ്വരിയെയും മാറ്റി. ശ്രീറാം വെങ്കിട്ടരാമൻ ധനവകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയായും നിയമിതരായി. ജോൺ V സാമുവലാണ് കോട്ടയത്തെ പുതിയ കളക്ടർ. ഇടുക്കി കളക്ടറായിരുന്ന ഷീബ ജോർജിനെ റവന്യൂ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയാക്കി മാറ്റി. സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള മഴയും മഴക്കെടുതിയുമാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലാണ് അതിതീവ്രമായിട്ടുള്ള മഴ. അത് തുടരുകയും ചെയ്യും. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതിനാൽ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു. 3ാമത്തെ ഷട്ടർ 0.30 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാറ്റും